ഇന്നെൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, 7ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം, ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടല്ല എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇന്ന് എന്തൊക്കെ നടക്കുന്നു, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലോട്ട് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിലയേറിയ ഒരു ദിവസമാണ്. ഞങ്ങളുടെ മൂത്ത മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു. എപ്പോഴും വെക്കുന്ന പോലെ തന്നെ കഞ്ഞിയും ചൂടുവെള്ളം ഗ്യാസുമിൽ വെച്ചിട്ടുണ്ട്. നേരെ ഞാൻ മുകളിലോട്ട് വന്നതാണ്, ടെറസുമിൽ വന്നതാണ്. കാരണം ഇന്നലെ അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു ആറിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ദിവസം രാവിലെ തന്നെ ചെയ്യുന്ന ജോലിയാണ് കേട്ടോ. നമ്മളെപ്പോഴും വൈകുന്നേരം അലക്കുന്ന ദിവസം പിറ്റേന്ന് രാവിലെ വന്നിട്ട് അത് പുറത്തെടുത്ത് ആറിയിടും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ പോകണം. ഇന്ന് അമ്പലത്തിലൊന്നും പോയിട്ടില്ല കേട്ടോ. ഹസ്ബൻഡ് ജോലിക്ക് പോയതുകൊണ്ട് ഇന്ന് അമ്പലത്തിലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടുവെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡി ആകട്ടെ. പിന്നെ നമുക്ക് ഇന്നലെ വെള്ളാപ്പത്തിൻ്റെ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നോക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അത് വെക്കാനായിട്ടില്ല, കാരണം മക്കൾ എഴുന്നേറ്റതിന് ശേഷം മാത്രമേ വെള്ളാപ്പം വെക്കുകയുള്ളൂ. നേരത്തെ തന്നെ വെച്ച് വെക്കില്ല. മക്കൾ എഴുന്നേറ്റതിന് ശേഷം അത് വെക്കണം. കാരണം അവർ കറി കൂട്ടിയിട്ടല്ല വെള്ളാപ്പം കഴിക്കുക, നടുവിൽ മുട്ട ഒഴിച്ചിട്ടാണ് അവർ വെള്ളാപ്പം കഴിക്കുക. സോ നേരത്തെ തന്നെ മുട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആവില്ല. അത് അവർ കഴിക്കുമ്പോഴത്തേക്ക് അത് ഡ്രൈ ആയിപ്പോവും, കഴിക്കാനാവില്ല അവർക്ക്. സോ അവർ എഴുന്നേറ്റതിന് ശേഷം മാത്രമേ അത് വെക്കുകയുള്ളൂ. ഇന്ന് മോൻ്റെ സ്കൂളിൽ യെല്ലോ ഡേ ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും യെല്ലോ കളറിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ മോൻ വത്തക്കയാണ് കൊണ്ടുപോകുന്നത്, യെല്ലോ കളറിലുള്ള വത്തക്ക. അപ്പോൾ അവൻ്റെ അച്ഛൻ മുറിച്ച് കൊടുക്കുകയാണ്. ഇന്നലെ മുറിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ഇന്നത്തെ വീഡിയോ അല്ല, ഇന്നലെ മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 7:30 നമുക്ക് മോനെ വിളിച്ചെണീപ്പിക്കണം, സ്കൂളിലേക്ക് പോകേണ്ടതല്ലേ. അപ്പോൾ അയാളാകെ ഓൾറെഡി എണീറ്റിട്ടുണ്ട്. നമുക്കൊന്ന് വിളിച്ച് കിടക്കേന്നൊന്ന് എഴുന്നേൽപ്പിക്കണം. അപ്പോൾ എഴുന്നേറ്റ് വരുന്നുണ്ട് നല്ല സ്മൈലോടെ. അപ്പോൾ എൻ്റെ ചോട്ടൂസ് എഴുന്നേറ്റിട്ടുണ്ട് അല്ലേ? അത് ഭയങ്കര ഗൗരവത്തിലാണ്, രാവിലെ തന്നെ ഭയങ്കര ഗൗരവത്തിലാണ് ആൾ കേട്ടോ. നമ്മുടെ വെള്ളാപ്പം വെച്ചിട്ടുണ്ട്, മുട്ടയാക്കിയിട്ടുള്ള വെള്ളാപ്പമാണ്. ഇങ്ങനെയാണ് മുട്ട ഒഴിച്ചിട്ടാണ് മക്കൾക്ക് വെള്ളാപ്പം ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മെല്ലെ നടക്കുകയാണ്. ഒരു 2 വളവ് അത്രയേ ഉള്ളൂ. 2 വളവ് കഴിയുമ്പോഴത്തേക്ക് സ്കൂളിലെത്തും. സ്വതവേ ഞാൻ എൻ്റെ ചെറിയ മോനെയും കൂടി കൂട്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോകാറ്. ഇന്നിപ്പോൾ എൻ്റെ അമ്മ വീട്ടിലുണ്ട്, പിറന്നാൾ പ്രമാണിച്ച് എൻ്റെ അമ്മയും വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മോൻ അമ്മയുടെ കൂടെയാണ്. സോ ഞങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ പോകുന്നതാൾ കണ്ടിട്ടില്ല, പോകുന്നതാൾ ശ്രദ്ധിച്ചിട്ടില്ല. സോ ഞങ്ങൾ രണ്ടാളും മെല്ലെ ഇങ്ങനെ നടക്കുകയാണ് സ്കൂളിലേക്ക്. ഓരോ കഥയും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ നടക്കുക. അങ്ങനെ സ്കൂളെത്തി കേട്ടോ. ഒരു ചെറിയൊരു ഇടവഴിയാണ്, ആ ഒരു ഇടവഴിക്കൂട്ട് സ്കൂളെത്തിയിട്ടുണ്ട്. അപ്പോൾ മോൻ മുന്നിൽ നടക്കുകയാണ്. ഇന്ന് യെല്ലോ ഡേ ആയതുകൊണ്ടാണ് ഇന്ന് അവൻ യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഉച്ചയാവാറായി. മീൻ കറിയുണ്ട്, ഗ്യാസ്മിൽ വെച്ചിട്ടുണ്ട്, തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയലക്കറിയാണ്. തൊട്ടിപ്പുറത്ത് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡിയാക്കി എടുക്കണം. അവിടെ കഴുകി വെച്ചതാണ്, ഇനി അതൊന്ന് ഒരു പരുവാക്കി എടുക്കണം. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
നല്ല സൂപ്പർ ടേസ്റ്റി സ്പൈസിയാണ്, സൂപ്പർ കറിയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാനൊരു അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും വെക്കുന്ന പോലത്തെ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം മോനെ കൂട്ടാനായിട്ട് പോകണം. റെഡിയായി, കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. സ്കൂളെത്താനായിട്ടുണ്ട്. സ്കൂളെത്തി, ഇനി മോനെ കൂട്ടണം. ഞാൻ തന്നെയാണ് പോകുന്നത് കൂട്ടാനായിട്ട്. മോൻ ഇപ്പം വരും കേട്ടോ. മോൻ വന്നിട്ടുണ്ട്. അങ്ങനെ അവനെയും കൂട്ടി മെല്ലെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയി പിറന്നാൾ കേക്കൊക്കെ മുറിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പിറന്നാൾ പരിപാടി, ബർത്ത്ഡേ പരിപാടി, 7th ബർത്ത്ഡേ പരിപാടി. അച്ഛനുണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പിറന്നാൾ ദിവസം, മോൻ്റെ പിറന്നാൾ ദിവസം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.